നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ മരണവാർത്തയാണ് അവർ ആഘോഷിക്കുന്നത്. സത്യത്തിൽ അത്രമാത്രം അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിൽ ആഘോഷിക്കേണ്ട ഒരു മരണവാർത്തയല്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതിനൊരു പക്ഷേ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഇത് കേൾക്കുന്ന പലർക്കും കണ്ടേക്കാം. ഇനി എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു അഭിപ്രായം വന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും തന്നെ പറഞ്ഞേക്കാം. KP യോഹന്നാൻ എന്നൊരു വ്യക്തി അമേരിക്കയിലെ ഡള്ളാസിൽ അദ്ദേഹം പ്രഭാതം നടത്തത്തിനിടയിൽ ഒരു അജ്ഞാത വാഹനം ഇടിച്ചു, ആശുപത്രിയിലായിരുന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെട്ട വാർത്തയാണ് കണ്ടത്. അപ്പോൾ ആ മരണപ്പെട്ട വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അയ്യപ്പൻ കൊട്ടേഷൻ കൊടുത്തതുപോലെ അയ്യപ്പന് ഈ കൊട്ടേഷൻ പണിയല്ല എന്ന കാര്യം അയ്യപ്പ വിശ്വാസികളെങ്കിലും ഓർത്തിരിക്കുക. അതാണ് സത്യം. അല്ലാതെ അയ്യപ്പന് മനുഷ്യനെ കൊല്ലുന്ന കൊട്ടേഷൻ പണിയൊന്നുമില്ല എന്ന് ഓർക്കുക. നിങ്ങൾ KP യോഹന്നാൻ എന്ന വ്യക്തിക്ക് നേരെ കൈചൂണ്ടുമ്പോൾ ഓർക്കുക, ആ വ്യക്തി ഇന്ത്യയിലെ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഏറിയാൽ പരമാവധി അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കാനുള്ളത് സാമ്പത്തിക കുറ്റകൃത്യം മാത്രമാണ്. അല്ലാതെ അബ്ദുൽ നാസർ മദനിയെപ്പോലെ ഒരു വ്യക്തിയല്ല KP യോഹന്നാൻ എന്നോർക്കുക. ഇനി എന്താണ് KP യോഹന്നാൻ ചെയ്ത തെറ്റ്? ആത്മീയ കച്ചവടത്തിന് അഥവാ ഭക്തി കച്ചവടത്തിന് എന്നും വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാരതവും അതേപോലെ തന്നെ കേരളവും. അതിൽ ഏകനല്ല അയാൾ, ഒറ്റയാളല്ല അയാൾ. നമുക്കറിയാം, റാം റഹീം എന്ന ഒരു ഉഡായിപ്പുകാരനുണ്ടായിരുന്നു. പഞ്ചാബിലും ഹരിയാനയിലും 6 കോടിയോളം പേർ അനുയായികളായിട്ടുള്ള ഒരു ഉഡായിപ്പ് സന്യാസിയായിരുന്നു അയാൾ ഇന്ന് ജയിലിലാണ്. കാരണം അയാളുടെ പേരിൽ ബലാത്സംഗവും കൊലപാതകവും അടക്കമുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അതിനാൽ തന്നെ 6 കോടിയോളം അനുയായികളുണ്ടായിട്ടും മോദി സർക്കാർ അയാളെ തുറുങ്കിലടച്ചു. ഇനി മറ്റൊരാൾ സ്വാമി നിത്യാനന്ദ എന്ന വ്യക്തിയാണ്. അയാൾക്കിപ്പോൾ ഇന്ത്യയിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അയാൾ കൈലാസം എന്ന് പറഞ്ഞ ഏതോ ഒരു ദ്വീപിൽ അയാളുടെ രാജ്യമാക്കി പ്രത്യേക പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി അവിടെ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അയാൾക്കും ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദി വന്നതിന് ശേഷം തട്ടിപ്പുകാർക്കും ഉടായ്പുകാർക്കും ഒക്കെ ഇന്ത്യയിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. സമാനമായ അവസ്ഥ KP യോഹന്നാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ഇങ്ങോട്ട് വരാതെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ആശ്രിതരുമൊക്കെ ഇവിടെ ആവുകയും ചെയ്തത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. അദ്ദേഹത്തിന് നിയമാനുസൃതം നടക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അത് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥ തീർച്ചയായിട്ടും അതിൽ റെയ്ഡോ മറ്റു കാര്യങ്ങളൊക്കെ നടത്തും. ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. കോടാനുകോടി അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വാർത്തയായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിലപ്പുറം ഇയാൾ ഏതെങ്കിലും ബോംബ് സ്ഫോടനം നടത്തിയതായോ ആരെങ്കിലും കൊന്നതായിട്ടോ ഒന്നും നമുക്കറിയില്ല. അയാളുടെ പൂർവാശ്രമത്തിൽ അദ്ദേഹം താറാവ് കച്ചവടക്കാരനായിരുന്നിരിക്കാം, ആയിക്കോട്ടെ. അതിനുശേഷം അദ്ദേഹം ഒരു സൈക്കിളിൽ മൈക്കൊക്കെ കെട്ടി വചനപ്രഘോഷണം നടത്തുന്നു. പിന്നീട് റേഡിയോയിൽ വരുന്നു. പിന്നീട് അത് വലിയ വരുമാന മാർഗ്ഗമാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പ്രൊഫഷണലായിട്ട് തന്നെ മുന്നോട്ട് പോയി കോടാനുകോടി ഉണ്ടാക്കി. സർക്കാരിൻ്റെ കണക്കിൽ തന്നെ 4000 കോടിയോളം ആസ്തിയുണ്ട് എന്ന് പറയുന്നു. അതിൽ ചിലർക്കൊക്കെ അസൂയ ഉണ്ടായിരിക്കും. ഇനി സത്യസന്ധമായിട്ട് പറയട്ടെ, അതിൽ അയാളുടെ ജീവിതമാർഗം അല്ലെങ്കിൽ ഇത്രയേറെ കോടികൾ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ് ആത്മീയ വ്യാപാരം എന്ന് കണ്ടുകൊണ്ട് അയാളത് ചെയ്തു. അത് അയാളുടെ മിടുക്ക്. നിങ്ങൾക്ക് അത് പറ്റിയില്ല, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അയാളെ നേരെ നോക്കിയല്ല അസൂയപ്പെടേണ്ടത്. ഇന്ത്യയിലെ നിയമത്തിൻ്റെ വേഗത, അതിൻ്റെ കെട്ടുറപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സുതാര്യത, ഇത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം. അത്തരം കാര്യങ്ങൾക്ക് നേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിരൽ ചൂണ്ടാം. അല്ലാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ പഴിച്ചിട്ടോ അയാളുടെ മരണത്തിൽ അയാളുടെ ആത്മാവിനെ പോലും തെറിവിളിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളല്ല നടത്തേണ്ടത് എന്നോർക്കുക. ഒരിക്കലും അബ്ദുൽ നാസർ മദനിയെയും KP യോഹന്നാനെയും ഒരു ത്രാസിൻ്റെ തുലാസിൽ വെച്ച് തൂക്കിയാൽ ഒരേപോലെ ആവുന്ന വ്യക്തികളല്ല എന്നോർക്കുക. മറ്റൊരാൾ 10-250 പേരോടെ രക്തത്തിൻ്റെ പാപക്കറ ഏറ്റിട്ടുള്ള ആളാണ് അയാൾ. നമുക്കറിയാം, അവർ വാദിക്കും കുറ്റമൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന് വാദിക്കുമ്പോൾ പോലും കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ കേസടക്കം, അതുപോലെ തന്നെ തടിയൻ്റെവിട നസീറിൻ്റെ കേസടക്കം എല്ലാ കേസിലും ഈ മദനി എന്ന ആളുടെ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു കളങ്കിത രൂപത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് മദനി എന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഒരു തരത്തിലും ചേർക്കാവുന്ന പേരല്ല KP യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് സാമ്പത്തിക കുറ്റകൃത്യം മാത്രമാണ്. ഇനി അവിടം വരെ വളർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ രീതിയിൽ അവിടം വരെ വളരാനാവില്ല. മറിച്ച് ഭരണകൂടത്തിൻ്റെ പിന്തുണ, പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൊണ്ട് മാത്രമേ അയാൾക്ക് അത്ര വലിയ കോടീശ്വരനാവാൻ പറ്റൂ. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, അയാൾക്ക് ഹെക്ടർ കണക്ക് ഭൂമി വെറും നക്കാപ്പിച്ച തുകയ്ക്ക് കൊടുത്തിട്ടുള്ള ഇവിടെയുള്ള വലത് സർക്കാരുകളെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവണം. അങ്ങ് തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിലുള്ള ഒരു വലിയ വമ്പൻ ആശുപത്രിയുണ്ട്, 5 സ്റ്റാർ ഹോസ്പിറ്റൽ. നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള സംഗതി തന്നെയാണ്.
അതിനോട് ചേർന്ന് തന്നെ ഹെക്ടർ കണക്ക് തരിശു ഭൂമി വെറും പിച്ചക്കാശിന് സർക്കാർ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഏക്കറിന് 300 രൂപ പ്രകാരം. പക്ഷേ അത് അയാൾക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, അത് കിട്ടിയ കാന്തപുരത്തിനും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ഥലം. അതേപോലെ തന്നെ ഹൈന്ദവ ആചാര്യന്മാർക്ക് അല്ലെങ്കിൽ ഹൈന്ദവ നേതാക്കളായിട്ടുള്ള അവർക്കും ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഈ ശ്രീ എമ്മിനെ പോലുള്ളവർക്ക് SNDPക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ സർക്കാരിൻ്റെ അറിവോടെയും ആശീർവാദത്തോടെയും അല്ലാതെ ഒരിക്കലും ഇതുപോലുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലൊരു പ്രസ്ഥാനമാവാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് നേരെ നമ്മൾ കൈ ചൂണ്ടുമ്പോൾ അതിനു മുമ്പേ കൈ ചൂണ്ടേണ്ടത് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന് നേരെയാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് നേരെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അത് ഭരിക്കുന്നവരാവട്ടെ പ്രതിപക്ഷമാവട്ടെ അവരുടെ അനുമതി ഇല്ലാതെ ഒരിക്കലും ചെറുവള്ളി എസ്റ്റേറ്റ് പോലൊരു സ്ഥലം ഇയാൾക്ക് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇയാൾക്ക് കൈവശപ്പെടുത്താനോ പറ്റില്ല. കാരണം ഇതിൽ വെള്ളരിക്കപ്പെടണമൊന്നുമല്ല. അപ്പോൾ ഭരിക്കുന്നവരുടെ ഒത്താശയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഒത്താശയുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയുണ്ട്. ഇതെല്ലാം വിലക്കെടുത്തിട്ടോ അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടോ തന്നെയാണ് ഇവിടെ ഒരു KP യോഹന്നാൻ വളർന്നതും റാം റഹീം വളർന്നതും അതേപോലെ തന്നെ പുതിയൊരാളുണ്ടല്ലോ സദ്ഗുരു എന്ന് പറഞ്ഞ ആളും. ഇതെല്ലാം ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ ലൂപ്പ് ഹോളുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ അനുഗ്രഹ ആശസ്സുകളോടുകൂടി തന്നെ ഭക്തി കച്ചവടം ചെയ്ത് വളർന്ന് ഇത്ര വലുതായവരാണ്. അപ്പോൾ അവരുടെയൊക്കെ മരണത്തിൽ ആഹ്ലാദിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ, നിങ്ങളോടോ ഒക്കെ അവർ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദ്രോഹം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തെറിവിളിയും വചനങ്ങളൊക്കെ ആവർത്തിക്കാം. അതല്ല, അവർ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും ചാക്കിലാക്കിക്കൊണ്ടാണ് ഇത് നേടിയതെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിനെയും ഇവിടുത്തെ നിയമത്തിനെയും ഇവിടുത്തെ ഭരണകൂടത്തിനെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയാണ് നിങ്ങൾ ചീത്ത വിളിക്കേണ്ടതും തെറി വിളിക്കേണ്ടതും. അല്ലാതെ മരണപ്പെട്ടു പോയ KP യോഹന്നാൻ്റെ ആത്മാവിനെ അല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മാത്രമല്ല അയാളുടെ പേര് KP യോഹന്നാൻ എന്നാണ്. അല്ലാതെ അയാളൊരു അബ്ദുൽ നാസർ മദനിയോ ഈ രാജ്യത്തിനെതിരായിട്ട് സ്ഫോടനം നടത്തുകയോ ചെയ്ത വ്യക്തിയല്ല. ഭക്തിക്കച്ചവടം അഥവാ ആത്മീയ കച്ചവടം നടത്തി ഒരു വിഭാഗം ആളുകളെ പറ്റിച്ച് പണക്കാരനായി, അതാണ് അയാളുടെ പേരിലുള്ള തെറ്റെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം. അതിനപ്പുറമുള്ള ശാപവചനങ്ങളും മറ്റു തെരുവിളികളുമെല്ലാം അനാവശ്യമാണ്. ഏറിപ്പോയാൽ മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന വാചകത്തിൽ ഒതുക്കി ഒരു ആദരാഞ്ജലി പോസ്റ്റും ഇട്ട് തീർക്കേണ്ട കേസ് വെറുതെ സുഡാപ്പി മൈൻഡ് കാണിച്ച് വഷളാക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.